നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളെ അതിജീവിച്ച വീൽചെയറിലിരുന്ന നിരക്ഷരരായ നിരവധി പേർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയാണ് മലയാളത്തിൻ്റെ അക്ഷരപുത്രി പത്മശ്രീ KV റാബിയ വിട പറയുന്നത്. ഇക്കാലമത്രയും വീൽചെയറിലിരുന്ന് ജീവിതം കൊണ്ട് ഒരു നാടിനെ ഒന്നാകെ വെളിച്ചത്തിലേക്ക് നയിച്ച റാബിയ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തിരൂരങ്ങാടിക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ പാഠമായ ഒരു അധ്യായം കൂടിയാണ് അവസാനിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 2000-ൽ അർബുദം ബാധിച്ചെങ്കിലും കീമോതെറാപ്പി വിജയകരമായി നടത്തി. 38-ാം വയസ്സിൽ കുളിമുറിയുടെ തറയിൽ തെന്നി വീണ നട്ടെല്ല് തകർന്നു. കഴുത്തിനു താഴെ ഭാഗികമായി തളർന്ന നിലയിലായിരുന്നു. വേദന ഒന്നിൻ്റെയും അവസാന വാക്കല്ലെന്ന് വീൽചെയറിൽ ഇരുന്ന് റാബിയ തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുത്തു. ഒടുവിൽ പത്മശ്രീ അടക്കം അവരെ തേടിയെത്തി. 14-ാമത്തെ വയസ്സു മുതൽ പോളിയോ ബാധിതയായി ശരീരം തളർന്ന റാബിയ ഏറെ വെല്ലുവിളികൾ നേരിട്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയത്. തിരൂരങ്ങാടി PSMO കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് KV റാബിയ വീട്ടിൽ സാക്ഷരതാ ക്ലാസ് തുടങ്ങിയത്. നാട്ടിലെ നിരക്ഷരരായ നിരവധി പേർക്കാണ് KV റാബിയ വീൽചെയറിൽ ഇരുന്ന് അക്ഷരം പറഞ്ഞുകൊടുത്ത് അവർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയത്. രോഗങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ച വെല്ലുവിളികൾ അതിജീവിച്ച സമൂഹ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു റാബിയയുടെ ജീവിതം. 1990-കളിലാണ് റാബിയ സാക്ഷരതാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. തനിക്ക് വഴിവിളക്കായ അക്ഷരവെളിച്ചം മറ്റുള്ളവർക്കും പകർന്നു നൽകുക എന്ന ചിന്തയോടെയാണ് നിരക്ഷരരായവരെ തേടി റാബിയ പോയത്. അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അക്ഷരങ്ങൾ പകർന്നു നൽകി. 8 വയസ്സ് മുതൽ 80 വയസ്സുവരെയുള്ളവർ അക്കാലത്ത് റാബിയയുടെ വീട്ടിലെ പഠിതാക്കളായി. ഗ്രാമത്തിലെ 100ഓളം നിരക്ഷരർക്ക് അക്ഷര വെളിച്ചമേകി. ജൻശിക്ഷൻ സംസ്ഥാന്റെ ഭാഗമായി ട്യൂഷൻ സെൻറ്റർ, സ്ത്രീകളുടെ ഗ്രന്ഥശാല, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ബോധവൽക്കരണ ശാക്തീകരണ പരിപാടികൾ എന്നിങ്ങനെ വിവിധ പദ്ധതികളും നടത്തിപ്പോന്നു. സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് UN മികച്ച സാക്ഷരതാ പ്രവർത്തനയ്ക്കുള്ള അവാർഡ് നൽകി ആദരിച്ചു. സ്വന്തം ശാരീരിക വൈകല്യം തന്നെ ഏറ്റവും വലിയ പരീക്ഷയായ റാബിയയ്ക്ക് ആ പരീക്ഷ വിജയിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. അതിനെയെല്ലാം നേരിട്ട് വിജയക്കുതിപ്പ് നടത്തിയപ്പോൾ ഇതുപോലുള്ളവരെ ചേർത്ത് നിർത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലുണ്ടായി. അങ്ങനെയാണ് ചലനമെന്ന സന്നദ്ധ സേവന സംഘടനയ്ക്ക് 1994-ൽ തുടക്കമിടുന്നത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയെല്ലാമുള്ള പ്രവർത്തനമായിരുന്നു ചലനത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 6 സ്കൂളുകൾ സംഘടന സ്ഥാപിച്ചു. 56 കുട്ടികൾ തുടക്കത്തിൽ പഠിക്കാനെത്തി. അവരെ പഠിക്കാനൊപ്പം ജീവിക്കാനും പരിശീലിപ്പിച്ചു. ഫിസിക്കൽ, ആർട്ട്, സ്പീച്ച്, ഒക്യുപ്പേഷണൽ, ക്രിയേറ്റിവിറ്റി തെറാപ്പികൾ എന്നിവയെല്ലാം സാധ്യമാക്കി. സ്ത്രീധനം, മദ്യപാനം, അന്ധവിശ്വാസം, വർഗീയത തുടങ്ങിയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് എതിരെ റാബിയ ചലനത്തിലൂടെ പോരാട്ടം തുടർന്നു. തൻ്റെ വീൽചെയറിലിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ചെറുകിട നിർമ്മാണശാലകൾ, വനിതാ ലൈബ്രറി തുടങ്ങി ആ നാടിന് അപരിചിതമായ ഒട്ടേറെ നവീന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. മലപ്പുറം ജില്ലയിലെ കമ്പ്യൂട്ടർ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ച അക്ഷയ പദ്ധതിക്കൊപ്പവും റാബിയ ഉണ്ടായിരുന്നു. പദ്ധതി പിന്നീട് കേരളം മുഴുവൻ വ്യാപിച്ചത് മറ്റൊരു ചരിത്രമായി. തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിനിയായ റാബിയ 1966 ഫെബ്രുവരി 25-ന് കറുവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയ ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായാണ് ജനിച്ചത്. ചെറുപ്പത്തിലെ വായനശീലമാക്കിയ റാബിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥയും രചിച്ചു. 2014-ൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം അവാർഡ് നേടി. സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, സീതി സാഹിബ് അവാർഡ്, യൂണിയൻ ചേംബർ ഇൻ്റർനാഷണൽ അവാർഡ്, നാഷണൽ യൂത്ത് അവാർഡ്, കണ്ണകി സ്ത്രീ ശക്തി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. റാബിയയുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് UN പുരസ്കാരമടക്കം ലഭിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ മമ്പുറത്തെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ വെച്ചായിരുന്നു KV റാബിയയുടെ മരണം.
1 മാസത്തോളമായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ അസുഖം ഭേദമായതിനെ തുടർന്ന് ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നിലവിൽ ഭൗതിക ശരീരം PSMO കോളേജിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം 6 മണിയോടെ നടുവിലപ്പള്ളി ജുമാ മസ്ജിദിൽ ഖബറടക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.